നമ്മുടെ തലമുടിയിൽ എണ്ണ തേക്കണോ അല്ല എങ്കിൽ എണ്ണ തേക്കാൻ പാടുണ്ടോ, എണ്ണ തേച്ചാൽ അത് ഷാംപൂസ് ചെയ്യണോ, എല്ലാ ദിവസവും എണ്ണ തേക്കണോ, ആർക്കൊക്കെ എണ്ണ തേക്കാം, എണ്ണ തേച്ചാൽ മുടി വളരുമോ, എണ്ണ തേച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇങ്ങനെ കുറേ സംശയങ്ങൾ എല്ലാവർക്കും ഉള്ളതാണല്ലേ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. എണ്ണ തേക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതിയാണല്ലോ എണ്ണ തേച്ച് കുളിക്കുക എന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എണ്ണ തേച്ച് കുളിക്കുന്നവർക്ക് അവരുടെ മുടിക്ക് നല്ല ആരോഗ്യമുള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് പറയുമ്പോഴും ഈ കാലത്ത് എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയുന്നത് അധികം പ്രൊമോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇത് പറയുമ്പോൾ എങ്ങനെയാണ് എണ്ണ ഇന്നത്തെ കാലഘട്ടത്തിൽ തേക്കേണ്ടതെന്നതിനെക്കുറിച്ച് പറയേണ്ടി വരും അല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ എണ്ണ തേച്ച് കുളത്തിലൊക്കെ പോയി താളിയൊക്കെ ഉപയോഗിച്ച് മുടി കഴുകുമായിരുന്നു ഒരു രീതി ഉണ്ടായിരുന്നു. കുളത്തിലൊക്കെ കുളിക്കുമ്പോൾ നമുക്കറിയാം മുടിയൊക്കെ നല്ല രീതിയിൽ ഉലച്ചിട്ടൊക്കെ ആയിരിക്കും കഴുകുന്നത്. ഈ ഒരു രീതിയാണ് പഴയ ഒരു തലമുറയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കാച്ചിയ എണ്ണയൊക്കെ തേച്ചാലും വളരെ പെട്ടെന്ന് തന്നെ തലമുടിയിൽ നിന്ന് പോവുകയും ചെയ്യും. മാത്രമല്ല ഒരുപാട് പൊടിയോ ഇന്നത്തെ പോലെ സ്ത്രീകൾക്ക് അധികം പുറത്തു പോകുന്ന ഒരു രീതിയോ പണ്ടില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഷവറിൻ്റെ മുട്ടിലോ അല്ലെങ്കിൽ മഗ്ഗിലൊക്കെ കോരി ഒഴിച്ച് നമ്മുടെ മുടി കഴുകിയാലും പെട്ടെന്നൊന്നും നമ്മൾ അപ്ലൈ ചെയ്ത എണ്ണ പോകണമെന്നില്ല. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെയർ വാഷ് ചെയ്യേണ്ടി വരും. പക്ഷേ പണ്ടൊക്കെ ആണെങ്കിൽ വെള്ളത്തിലൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് മുങ്ങി നല്ല രീതിയിലൊന്ന് നമ്മുടെ മുടിയൊക്കെ ഒന്ന് ഒലച്ചിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എണ്ണ വാഷ് ഔട്ടായി പോകുമായിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ സ്ത്രീകൾ പുറത്തധികം പോകാത്തത് കൊണ്ട് അധികം താരൻ പ്രശ്നങ്ങളോ അതുപോലെ തന്നെ മുടി കൊഴിച്ചിലോ നരയോ ഇതൊക്കെ വളരെ കുറവായിരുന്നു. പണ്ടൊക്കെ നര വരുന്നതാണെങ്കിൽ ഒരു 55-60 വയസ്സൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ 15 വയസ്സാകുമ്പോൾ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് വരെ നര വന്നു തുടങ്ങുന്ന ഒരു ജീവിതശൈലിയാണ് നമുക്കുള്ളത്. നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ മുടി കൊഴിച്ചിലും താരനും അതുപോലെ തന്നെ അകാല നരയും ഉണ്ടാകാറുണ്ടല്ലേ. അകാല നര എന്ന് പറയുമ്പോൾ ഒരു 15-16 വയസ്സ് മുതൽ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മുടി നരച്ചു തുടങ്ങാറുണ്ട്. അപ്പോൾ എണ്ണ തേക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് യാത്ര ചെയ്യുന്നവരോ അല്ല എങ്കിൽ എല്ലാ ദിവസവും പുറത്തു പോകുന്നവരോ ആണെങ്കിൽ തീർച്ചയായും എല്ലാ ദിവസവും എണ്ണ തേക്കാതിരിക്കുന്നതാണ് നമ്മുടെ മുടിക്കും സ്കാൽപ്പിനും നല്ലത് കേട്ടോ. ആഴ്ചയിൽ ഒരു 2 ദിവസം അല്ല എങ്കിൽ ഒരു 3 ദിവസം മാത്രം നല്ല രീതിയിൽ എണ്ണ തേച്ചിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുളിക്കുമ്പോൾ നമ്മൾ തേച്ച എണ്ണ മുഴുവൻ കഴുകിക്കളയാനും മറക്കരുത്. തലയിൽ എണ്ണ തേക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണല്ലേ, തലയോട്ടിയിലാണോ തലമുടിയിലാണോ എണ്ണ തേക്കേണ്ടതെന്ന്. ഇതിനെയും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. തലയോട്ടിയിൽ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഈ തലയോട്ടിയിൽ ചെറുതായിട്ടൊന്ന് ചുരുണ്ടി നോക്കിക്കഴിഞ്ഞാൽ പൊടി പോലെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന് നമ്മൾ സാധാരണ ഡ്രൈ സ്കാൽപ്പ് എന്നാണ് പറയുന്നത്. ചില ആൾക്കാർക്ക് ഇങ്ങനെ ചുരണ്ടി നോക്കുമ്പോൾ പൊടി പോലെ അല്ല വരുന്നത്, മറിച്ച് ഒരു ചെറിയ കുഴമ്പ് രൂപത്തിലായിരിക്കും വരുന്നത്. ഇങ്ങനെയുള്ളവർ എണ്ണ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്ററായിട്ടുള്ള എണ്ണ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇത് ഞാൻ പല വീഡിയോസിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ പലതരത്തിലുള്ള എണ്ണയുണ്ടല്ലോ, വെളിച്ചെണ്ണ, ആവണക്കെണ്ണ, ആൽമണ്ട് ഓയിൽ, ഒലീവ് ഓയിൽ, ഇങ്ങനെ പല രീതിയിലുള്ള എണ്ണ തേക്കുന്നവരുണ്ട്. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് റോസ്മേരി ഓയിൽ എന്നിവയൊക്കെ ഉപയോഗിക്കുന്നവരുമുണ്ട്. അതിൽ നമ്മൾ ഏത് എണ്ണ എടുത്താലും അതായത് കയ്യിൽ ഒഴിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ കട്ടി സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓയിലി സ്കാൽപ്പുള്ളവർ കട്ടി കുറഞ്ഞ ഓയിൽ തേക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. ഇനി അഥവാ ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ കുറച്ച് കട്ടി കൂടിയ എണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഓവറായിട്ട് കട്ടിയാകാനും പാടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഓയിലി ആണെങ്കിൽ ഡ്രൈ ആണെങ്കിലും നമ്മൾ സ്കാൽപ്പിലാണ് എണ്ണ തേക്കുന്നതെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം തന്നെ അത് കഴുകി വൃത്തിയാക്കിയിരിക്കുകയും വേണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും എണ്ണ തേക്കരുതെന്ന് പറയുന്നതിനുള്ള റീസൺ, എണ്ണ തേച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് നമ്മൾ കഴുകി കളഞ്ഞിരിക്കുക. അതാണ് മെയിനായിട്ടുള്ള റീസൺ. അത് ഏറ്റവും മൈൽഡായിട്ടുള്ള ഷാംപൂസ് അല്ല എങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള താളികൾ എന്നിവ ഉപയോഗിച്ച് കഴുകി കളയുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എണ്ണ തേക്കുന്നത് കൊണ്ടല്ല മുടി വളരുന്നത് കേട്ടോ. എണ്ണ തേക്കുമ്പോൾ കിട്ടണ ഗുണം എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. പണ്ട് കാലങ്ങളിൽ പലതരത്തിലുള്ള പച്ചമരുന്നൊക്കെ ഉപയോഗിച്ചിട്ടാണ് എണ്ണ കാച്ചിക്കൊണ്ടിരുന്നത് അല്ലേ. ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ നാളിത് കേടാകാതെ നമ്മുടെ എണ്ണ സൂക്ഷിക്കാനും പറ്റും. പക്ഷേ എണ്ണയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണയുടെ ഗുണവും കിട്ടും, അതുപോലെ തന്നെ ഈ പച്ചമരുന്നിൻ്റെ ഗുണവും നമ്മുടെ തലമുടിക്ക് ലഭിക്കും. അതിനോടൊപ്പം തന്നെ എണ്ണയുടെ ഒരു ഗുണം
കൂടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് എണ്ണയിൽ കാച്ചി പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇന്ന് കാലം മാറി പ്രിസർവേറ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ പല സാധനങ്ങളും സിറം രൂപത്തിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എണ്ണ തേക്കുന്നത് മുടിയുടെ മോയ്സ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ ഡ്രൈ സ്കാൽപ്പുള്ള ആൾക്കാരാണെങ്കിൽ, എണ്ണ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ല് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ അളവിൽ നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയിഴകളിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. തലയിൽ മാത്രമല്ല കേട്ടോ, പുരുകത്ത് പുരട്ടിയാലും നമ്മുടെ പുരുകത്തിലെ ഡ്രൈനസ് മാറും. അതുപോലെ തന്നെ പുരുകം വളരാനും ഹെൽപ്പ് ചെയ്യുകയും. അതുകൂടാതെ തന്നെ നാച്ചുറലായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഒരു ഓയിലുണ്ട്. ഇതാണെങ്കിൽ നല്ല രീതിയിൽ മുടി ചീകിയില്ല എങ്കിൽ മുടിയുടെ അറ്റം വരെ ഈ സിറം എത്തണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മുടി പൊട്ടിപ്പോകാനും മുടിയിൽ സ്പ്ലിറ്റൻസ് ഉണ്ടാകാനും മുടി ഫ്രിസ് ആകാനും മുടി വളരാതെ ഇരിക്കാനും കാരണമാകും കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ പുറമേ നിന്ന് എണ്ണ തേച്ച് കൊടുക്കേണ്ടി വരും. തേക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മുടിയല്ല സ്കാൽപ്പ് നല്ല രീതിയിൽ മസാജ് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ എണ്ണ അപ്ലൈ ചെയ്തതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പ് നല്ലവണ്ണം ചീകി വൃത്തിയാക്കിയിരിക്കണം. ഒരു കാരണവശാൽ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ മുടി ചീകാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ ചീകിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തലയിൽ തേക്കുന്ന എണ്ണകളെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും ഉണ്ട് കേട്ടോ. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് കൊണ്ടാണ് തലയുടെ രക്തയോട്ടം വർദ്ധിക്കുന്നു, മുടി പൊഴിച്ചിൽ കുറയുന്നത്. നമ്മൾ എണ്ണ തേക്കുമ്പോൾ സ്കാൽപ്പിൽ കൈകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ മസാജ് കൊടുക്കുമ്പോൾ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നു. അത് മുടി കൊഴിച്ചിൽ മാറാൻ സഹായിക്കും കേട്ടോ. ഇത് എണ്ണയുടെ ഗുണമല്ല, നാം നൽകുന്ന മസാജിൻ്റെ എഫക്റ്റ് കൊണ്ടാണെന്നുള്ളത് മറക്കരുത്. അതുപോലെ തന്നെ പതിവായി എണ്ണ തേച്ചില്ല എങ്കിൽ തലവേദന വരുമെന്നുള്ളത് മറ്റൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. തലവേദനയ്ക്ക് കാരണം നമ്മുടെ നെർവുകളിൽ വരുന്ന ഇറിറ്റേഷൻ, കണ്ണിൻ്റെയോ പ്രശ്നങ്ങളല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകും. അല്ലാതെ തലയിൽ തേക്കുന്ന എണ്ണയുമായി ഒരു ബന്ധവുമില്ല കേട്ടോ. ഇത് രണ്ടാമത്തെ തെറ്റിദ്ധാരണയാണ് പലർക്കുമുള്ള. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തല തണുക്കണമെന്നുണ്ടെങ്കിൽ തലയിൽ എണ്ണ തേക്കണമെന്നുള്ളത് ഇത് ഒരു വലിയ അബദ്ധമാണ് കേട്ടോ. തല തണുക്കാൻ എണ്ണ തേക്കണമെന്നില്ല. ജനിച്ച മുതലേ എണ്ണ തേച്ച് ശീലിച്ചവർക്ക് ഇതൊരിക്കലും മാറ്റാനും കഴിയില്ല. അതുപോലെ തലയിൽ എണ്ണ തേച്ചാൽ എന്തെല്ലാം രോഗങ്ങളുണ്ടാകും. പ്രധാനപ്പെട്ട രോഗം എന്ന് പറയുന്നത് നമ്മുടെ താരൻ തന്നെയാണ്. അതിൻ്റെ സൈഡ് എഫക്റ്റും എന്താണെന്ന് നോക്കാം. തലയിൽ താരൻ, അതായത് സെബോറിക് ഡെർമറ്റൈറ്റിസ് വളരെ കൂടാനുള്ള കാരണമാകും കേട്ടോ. പലരും വിചാരിച്ചിരിക്കുന്നത് തലയിൽ എണ്ണ തേച്ചില്ല എന്നുണ്ടെങ്കിൽ തലയിൽ താരൻ ഉണ്ടാകുമെന്നാണ്. ഇത് തെറ്റാണ് കേട്ടോ. തലയിൽ സാധാരണ തലയോട്ടിയിൽ പൊളിഞ്ഞിളകുന്ന കോശങ്ങൾ കുളിക്കുന്ന സമയത്ത് ഇളകിപ്പോകുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ പൊളിഞ്ഞിളകുന്ന കോശങ്ങൾ എണ്ണയിൽ പറ്റിപ്പിടിച്ച് തലയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ കോശങ്ങളും എണ്ണയും തലയിൽ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ഇവയിൽ വരുന്ന ചിലയിനം ബാക്ടീരിയകളും ഫംഗസുകളും നമ്മുടെ തലയോട്ടിയുമായി പ്രവർത്തിച്ച് ഇറിറ്റേഷൻ ഉണ്ടാക്കാനും ചൊറിച്ചിലുണ്ടാക്കാനെല്ലാം കാരണമാവും. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ തലയിൽ നാച്ചുറലായി ഉണ്ടാകുന്ന എണ്ണമയം സെബം എന്ന എണ്ണമയത്തിൽ വളരുന്ന ചിലയിനം ഫംഗസുകൾ വളരെയേറെ ഗുണകരമാണ് കേട്ടോ. നമ്മൾ തലയോട്ടിയിൽ എണ്ണ തേച്ച് കൊടുക്കുന്നത് എണ്ണ ചെല്ലുമ്പോൾ ഇവ കൂടുതലായി വളരുകയും തലയോട്ടിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് കൂടുകയുമാണ് ചെയ്യുന്നത്. അല്ലാതെ എണ്ണ തേക്കുന്നത് കൊണ്ട് താരൻ കുറയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.